അല്ലാഹു പറയുകയാണ്, നീ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ നിനക്ക് വേണ്ടതല്ല ഞാൻ നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നീ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ അധികരിപ്പിച്ചു തരാം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവര് കുറവാണോ? അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ വല്ലാത്ത ഉഷാറാ. പക്ഷേ നന്ദി കാണിക്കുന്നവര് കുറവാണ്. അല്ലാഹു ചെയ്തു തന്ന എത്രയെത്ര അനുഗ്രഹങ്ങളുണ്ട്, എന്നാ നന്ദി ചെയ്യുന്നവര് കുറവാടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഉമർ തങ്ങളെ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിരുന്ന് ദുആ ചെയ്യുകയാ. കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുമ്മ ജഅൽനീ മിൻ ഇബാദിക്കൽ ഖലീൽ. ആ ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാന്. കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഇരുന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്. കേട്ടപ്പോ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ആരാ ആ ന്യൂനപക്ഷമാരാ? ആ കുറഞ്ഞവരാരാ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, ആരാ കുറഞ്ഞവരെന്നറിയോ? ആ മനുഷ്യൻ ദുആ ചെയ്യാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്നല്ലാഹ യഖൂലു ഫീ കിതാബിഹിൽ അസീസ് വഖലീലൻ മിൻ ഇബാദിഹി അശ്ശകൂർ. അല്ലാഹു ഖുർആനിൽ പറയുകയാ, നന്ദി ചെയ്യുന്നവര് കുറച്ചുപേരേ ഉള്ളൂ. നന്ദി ചെയ്യുന്നവര് ന്യൂനപക്ഷമാണ്. ഉമർ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ ഖലീൽ. എന്നെ ആ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്. ആ നന്ദി രേഖപ്പെടുത്തുന്ന ആ ഒരു കുറച്ചു വിഭാഗത്തിൽ എന്നെ പെടുത്തണേ എന്ന് ഉമർ തങ്ങൾ ദുആ ചെയ്തെന്ന് പറയുമ്പോ, അല്ലാഹു കണ്ണ് തന്നില്ലേ, അല്ലാഹു കാല് തന്നില്ലേ, അല്ലാഹു കൈ തന്നില്ലേ, അല്ലാഹു വീട് തന്നില്ലേ, അല്ലാഹു സമ്പത്ത്